ക്ലാസ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലെങ്ത് ഓഫ് എ കർവ്, ദാറ്റ് ഈസ് ആർക്ക് ലെങ്ത് എന്നും പറയും. ആർക്ക് ലെങ്ത്. ഓക്കെ, ഫൈൻഡ് ദ ആർക്ക് ലെങ്ത് ഓഫ് എ കർവ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആർക്ക് ലെങ്ത് കാണാനുള്ള ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ചെറിയൊരു ഫോർമുല പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ കഴിഞ്ഞ സെക്ഷനൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഗ്രാഫൊക്കെ വരയ്ക്കാൻ അറിയണം, കുറച്ചും കൂടി അതൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ അറിയണം. പക്ഷേ ഇതൊന്നുമില്ല, ഇതൊരു മെക്കാനിക്കൽ വർക്കായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലെങ്ത് കാണാനുള്ള ഇപ്പോൾ ഡെഫിനിഷൻ ഇതാണ്: ഈ എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ്. എഫ് മാത്രം കണ്ടിന്യൂസ് ആയ പോരാ, എഫിൻ്റെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആവണം. അപ്പോഴാണ് അതിനെ സ്മൂത്ത് എന്നൊക്കെ പറയാം. എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ്, കൂടുതൽ അതിൻ്റെ തിയറിയിലേക്ക് പോകുന്നില്ല. എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. ദെൻ ദ ലെങ്ത്, ആർക്ക് ലെങ്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ സിംപ്ലി ലെങ്ത് എന്ന് പറഞ്ഞാൽ ആർക്ക് ലെങ്ത് ആണ് ഉദ്ദേശം. ആർക്ക് ലെങ്ത്തിന് ഞാൻ അണ്ടർലൈൻ ചെയ്താണ്. ആർക്ക് ലെങ്ത് ഓഫ് ദ കർവ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫ്രം ദ പോയിന്റ് എ എന്നുള്ള പോയിന്റ് ഏതാ, സ്മോൾ എ കോമ എഫ് ഓഫ് എ, ടു ദ പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ ബി കോമ എഫ് ഓഫ് ബി. ഈസ് ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ L ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് എഫ് ഡാഷ് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. റൂട്ടിൻ്റെ പുറത്ത് ഡി എക്സ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ലെങ്ത് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ. ഡി വൈ ബൈ ഡി എക്സിന് മാത്രം സ്ക്വയർ ഇട്ടോ, ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. വളരെ ഈസിയാണ്. ഈ ഒരു ഫോർമുല മാത്രം കാണാതെ പഠിച്ചു വെക്കുക, ഏത് പ്രോബ്ലം ചെയ്യുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതാ ഇവിടെ ഉണ്ട്. ഫൈൻഡ് ദ ആർക്ക് ലെങ്ത് ഓഫ് ദ കർവ് y ഈക്വൽ ടു 4√2/3 x റേസ് ടു 3/2 മൈനസ് 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഒക്കെ തന്നിട്ടുണ്ട്. എയും ബി ഒക്കെ തന്നിട്ടുണ്ട്. എ 0, ബി 1, എയിൽ നിന്ന് ബിയിലേക്ക് ഈ കർവ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഒന്നുമില്ല, വൈൻ്റെ ഡെറിവേറ്റീവ് വൈ ഡാഷ് കാണുക. ഇതിന് നമുക്ക് ഇക്വേഷൻ എങ്ങനെയും എഴുതാം, ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. വൈ ഡാഷ് സ്ക്വയർ ഡി എക്സ്. എന്താ വൈ ഡാഷ്? ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുക, സ്ക്വയർ ചെയ്യുക, 1 ആഡ് ചെയ്യുക, ഇതിന് എന്നിട്ട് റൂട്ട് എടുക്കുക. അപ്പോൾ ഈ ഇൻ്റഗ്രൻ്റായി. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക 0 മുതൽ 1 വരെ. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കുക. അപ്പോൾ y ഈക്വൽ ടു 4√2/3 x റേസ് ടു 3/2 മൈനസ് 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. So y dash is equal to 4√2/3 is a constant. x raised to 3/2 ഡെറിവേറ്റീവ് വരിക 3/2 x raised to 3/2 മൈനസ് 1. മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. അപ്പോൾ ആൻസർ വരിക 3ഉം 3ഉം ക്യാൻസൽ ആവും, 2ഉം 2 ക്യാൻസൽ ആവും. 2√2 x raised to 3/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1/2 ഈക്വൽ ടു 2√2 ഇൻറ്റു റൂട്ട് എക്സ്. ഇതാണ് സാധനം വരിക, 2√2 റൂട്ട് എക്സ്. അപ്പോൾ വൈ ഡാഷ് സ്ക്വയർ വരിക 2√2ൻ്റെ സ്ക്വയർ വരിക 4 × 2 8 ഇൻറ്റു റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് 8x എന്ന് വരും. സോ 1 പ്ലസ് വൈ ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 8x. Therefore L is equal to integral a to b root of 1 plus y dash square dx is equal to integral a to b എന്ന് പറഞ്ഞാൽ 0 to 1 ആണ്. 0 to 1 root of 1 plus y dash square കിട്ടിയത് 1 plus 8x ആണ് dx. Which is equal to 1 plus 8xൻ്റെ ഇൻ്റഗ്രൽ എന്താ? ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ പ്ലസ് ബി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? എ പ്ലസ് ബി എക്സ് ഹോൾ റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2 എന്നാണ് വരിക. എ പ്ലസ് ബി എക്സ് അല്ലെങ്കിൽ എ എക്സ് പ്ലസ് ബി. എക്സ് പ്ലസ് ബിൻ്റെ ഡെറിവേറ്റീവ് എക്സ് പ്ലസ് ബിൻ്റെ റൂട്ട് ഓഫ് എക്സ് പ്ലസ് ബിൻ്റെ ഇൻ്റഗ്രൽ എന്താ? എക്സ് പ്ലസ് ബി ഹോൾ റേസ് ടു 3/2/3/2 പ്ലസ് സി. അപ്പോൾ അവിടെ എന്ത് വരും? 1 പ്ലസ് 8x ഹോൾ റേസ് ടു 3/2/3/2 ഫ്രം 0 to 1 which is equal to 1 plus 8. 1 കൊടുത്താൽ 8 × 1 8. 1 പ്ലസ് 9 റേസ് ടു 3/2. അപ്പോൾ 2/3 പുറത്തെടുക്കുക, ഡിവൈഡ് ബൈ 3/2 എന്നുള്ളത് 2/3 ആയി മാറും. 2/3 മുകളിലെത്തും. 1 പ്ലസ് 8 × 1 എന്ന് പറഞ്ഞാൽ 9 റേസ് ടു 3/2. 9 റേസ് ടു 3/2 മൈനസ് 0 കൊടുക്കുമ്പോൾ ഫുള്ള് 0 ആവില്ല കേട്ടോ. അവിടെ ശ്രദ്ധിക്കുക, ചില ആൾക്കാർ തെറ്റിക്കാനാണ് ഈ ചോദ്യമൊക്കെ എക്സാമിന് വരുമ്പോൾ ചില ആൾക്കാർ തെറ്റിക്കണം. പെട്ടെന്ന് 0 എന്നിട്ട് കൊടുക്കുമ്പോൾ ഇത് ഫുള്ള് 0 ആയി പോകുന്നതായിരിക്കും. അല്ല, 1 പ്ലസ് 0 എന്നാണുള്ളത്. 1 റേസ് ടു 3/2 ഉണ്ട്. 1 റേസ് ടു 3/2. അപ്പോൾ 2/3 9 റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എന്താ? 9 റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 9√9 എന്താ? 9√9 9 × 3 27. അപ്പോൾ 27 മൈനസ് 1√1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 26 × 2/3. 26 × 2/3 52/3 which is equal to answer 52/3. 52/3 ആണോ? 26 × 2/3 52/3. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി എനിക്ക്. എ പ്ലസ് ബി എക്സ് ഹോൾ റേസ് ടു 3/2/3/2 ഉണ്ടാവും. പിന്നെ ഒരു ബിയും കൂടി ഉണ്ടാവും കേട്ടോ ഇവിടെ.
എ പ്ലസ് ബി എക്സ് ഹോൾ റൈസ് 3/2 ബൈ 3/2 ബി ഉണ്ടാവും. കാരണം എന്താ, ഈ 8 ഉണ്ടാവും. 8x യു കൊടുക്കുക, 8x യു അല്ലെ 1 + 8x യു കൊടുക്കുക. അതെങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക? ഇൻറ്റഗ്രൽ എ പ്ലസ് ബി എക്സ് അല്ലെങ്കിൽ എക്സ് പ്ലസ് ബി എങ്ങനെ ചെയ്യുക? ഡി എക്സ് എങ്ങനെ ചെയ്യുക? റൂട്ട് എടുക്കുമ്പോൾ എ എക്സ് പ്ലസ് ബിക്ക് യു കൊടുക്കുക. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എന്ത് വരും? ഡി യു ബൈ ഡി എക്സ് എ എന്ന് വരും. അപ്പോൾ ഒരു എ ഉണ്ടാവും ഇവിടെ താഴെ. അപ്പം അല്ല ഈ എ ഉണ്ടാവും, എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയ എ ഉണ്ടാവും. ഇവിടെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് 8 ആണ്, അപ്പോൾ 8 ഉണ്ടാവും. ഇവിടെ ഞാൻ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ബി ആണ്, അതുകൊണ്ടാണ് ബി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു 8 കൂടി ഉണ്ടാവും. 2 × 8 × 3/2. അപ്പോൾ 8ഉം 2ഉം കട്ട് ചെയ്താൽ 4 × 3 12 ഉണ്ടാവും. 8 × 3 24/2 12 വരും. 8 × 3/2 എന്ന് പറഞ്ഞാൽ 24/2 12 വരും. അപ്പോൾ 1/12 ഇൻറ്റു, അപ്പോൾ 1/12 ഇൻറ്റു 9√9 27 - 1 ആണ്. ദാറ്റ് ഈസ് 26/12 ആ വരിക. 26/12 ഇറ്റ് ഈസ് 13/6 എന്ന് വരും ആൻസർ. 13/6 ആൻസർ വരും. 13/6. ഓക്കെ, ഇതാണ് കറക്റ്റ്. 13/6 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അപ്പോൾ അത് വളരെ ഈസിയാണ്. ഇപ്പം നമ്മൾ ചെയ്തു. ഇനി ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗ്രാഫ് f of x is equal to x³/12 plus 1/x. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, മാക്സിമം ഒരു ചോദ്യം ഞാനിപ്പോൾ ക്ലാസ്സിൽ ഡയറക്റ്റ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ്റെ പകുതിയൊക്കെ ഞാൻ ചെയ്യും, ബാക്കിയൊക്കെ ക്ലാസ്സിൽ ചെയ്യിക്കുക ചെയ്യുക. നിങ്ങൾ ചെയ്താലേ കാര്യമുള്ളൂ. അതായത് ഞാനിങ്ങനെ ചെയ്തെന്ന് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ആൾക്കാർ ചെയ്യും, അല്ലെങ്കിൽ എവിടെ എത്തും, ഇതുവരെ ചെയ്ത് സ്റ്റക്കാവുന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇത് ഫുള്ള് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ഞാൻ ചെയ്യും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രോബ്ലം ചെയ്യുക. ആൻസർ കിട്ടിയിട്ട് കറക്റ്റ് ആണോ എന്ന് എൻ്റെ വീഡിയോ നോക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്നും ഇങ്ങനെ സ്പീഡിൽ അടിച്ച് നോക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ആൻസർ കറക്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം തന്നെ ഏകദേശം കിട്ടും. പക്ഷേ സ്റ്റെപ്പുകളൊക്കെ ശരിയാണോ നോക്കാനും വേണം. അതുകൊണ്ട് ഫുള്ള് കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ലത്. ഫുള്ള് കാണണം. എന്നിട്ട് എന്ത് ചെയ്യുക, ആൻസർ ശരിയാണോ നോക്കണം നിങ്ങൾ ചെയ്ത്. അപ്പോൾ ഈ രണ്ടാമത്തെ പ്രോബ്ലം നിർബന്ധമായിട്ടും നിങ്ങൾ തന്നെ ചെയ്യണം. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. അതൊരു പറ്റുമെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം തന്നെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ അപ്പം ഫസ്റ്റ് പ്രോബ്ലം കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് പ്രോബ്ലം തന്നെ ശരിക്കും നിങ്ങളാണ് ചെയ്യേണ്ടത്. ഫോർമുല കിട്ടിയാൽ നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് 13/6 എന്നുള്ള ആൻസറിൽ നിങ്ങൾ എത്തിക്കേണ്ടതായിരുന്നു. കുറേ ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കുറേ ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് ചെയ്യും. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ആൻസർ x³/12 plus 1/x. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗ്രാഫ്. വേർ എ ഈസ് ഈക്വൽ ടു ഇങ്ങനെ തന്നിട്ടുണ്ട്. വേർ എ തന്നിട്ടുണ്ട് നമുക്ക് 113/2 13/12 ആൻഡ് ബി ഈക്വൽ ടു 467/12 ആൻഡ് ബി ഈക്വൽ ടു 467/12. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി, 1ഉം 4ഉം ആണെന്ന് കിട്ടി. ദെയർഫോർ ലെങ്ത് എന്താ? ലെങ്ത് വരെ ഇൻ്റഗ്രൽ 1 to 4 √1 + y' dx. അപ്പോൾ f' എന്താ വരിക? f' വരിക ഇതിൻ്റെ ഡെറിവേറ്റീവ് 3x²/12 - 1/x². 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x². അപ്പോൾ x²/4 - 1/x². ഇതാണ് y'. y' വരിക x²/4 - 1/x² ഹോൾ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു x⁴/16 മൈനസ് 2 × x²/4 × 1/x². 2 × x² കട്ട് ചെയ്ത് പോവും. 2/4 - 2/4 + 1/x⁴. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കണം. 1 + y'². 1 + y'² is equal to x⁴/16. ഇത് -1/2 ആണ്. ഓക്കെ, ആയിക്കോട്ടെ. -1/2 + 1/x⁴ + 1 എന്ന് വരും. അപ്പോൾ ഇതെന്താവും? -1/2 ഉം 1ഉം കൂടി എന്താവും? +1/2 ആവും.
എക്സ് റേസ് ടു 4/16 പ്ലസ് 1/2 പ്ലസ് 1/x4 എന്നാവും. ഇതെന്താ സാധനം എന്നറിയോ? x²/4 പ്ലസ് 1/x² ഹോൾ സ്ക്വയർ ആണിത്. നമുക്കറിയാം a² - 2ab പ്ലസ് b² പ്ലസ് 4ab കൂടി ആഡ് ചെയ്താൽ എന്തായി? a² പ്ലസ് 2ab പ്ലസ് b² ആയി. ഇതെന്താ സാധനം? a - b ഹോൾ സ്ക്വയർക്ക് 4ab ആഡ് ചെയ്താൽ a പ്ലസ് b ഹോൾ സ്ക്വയർ ആയി. ഇതാണ് സാധനം. a - b ഹോൾ സ്ക്വയറിലേക്ക് 4ab ആഡ് ചെയ്താൽ a പ്ലസ് b ഹോൾ സ്ക്വയർ ആയി. അതേപോലെയാണിത്. -1/2 എന്നുള്ളിടത്ത് പ്ലസ് 1/2 ആവുമ്പോൾ ആക്ച്വലി ഇത് 4ab ആണ് -1/2, അത് 2ab, അതിലേക്ക് പിന്നെ ഒരു 1 ആഡ് ചെയ്യുമ്പോൾ 4ab ആണ് വരുന്നത്. 4ab വരുമ്പോൾ അത് പ്ലസ് 1/2 ആയി മാറും. -2ab എന്നുള്ളത് പ്ലസ് 2ab ആയി മാറും. പ്ലസ് 2ab ആയി മാറും. അപ്പോൾ a² പ്ലസ് 2ab പ്ലസ് b² ഫോമിലാവും. അപ്പോൾ a പ്ലസ് b ഹോൾ സ്ക്വയർ ആവും. ഓക്കെ, ആണ് കാരണം. അപ്പോൾ നമുക്ക് ഇനി ചെയ്താൽ എന്താ കിട്ടുക? അതുകൊണ്ട് തന്നെ എന്ത് വരും? √1 പ്ലസ് y' ഹോൾ സ്ക്വയർ വരും. ഇതെന്താ സാധനം? അത് 1 പ്ലസ് y' ഹോൾ സ്ക്വയർ ആണിത്. 1 പ്ലസ് y' ഹോൾ സ്ക്വയർ ആണ് ഈ സാധനം. അങ്ങനെ റൂട്ട് എടുത്താൽ, ഇതിൻ്റെ റൂട്ട് എടുത്താൽ എന്താ പറയുക? സ്ക്വയർ അങ്ങോട്ട് പോകും. x² പ്ലസ് 1/x² എന്ന് വരും. Therefore ലെങ്ത് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 4 അല്ലേ? ഇൻ്റഗ്രൽ 1 to 4 ഓക്കെ, ഇൻ്റഗ്രൽ 1 to 4 x²/4 പ്ലസ് 1/x² dx വിച്ച് ഈസ് ഈക്വൽ x²/4ൻ്റെ ഇൻ്റഗ്രൽ വരിക x³ 3 കൂടി 12 ആവും. -1/x എന്ന് വരും. 1/x² ഇൻ്റഗ്രൽ വരിക -1/x ഫ്രം 1 to 4 ഈസ് 4³ 12. 4³ എന്ന് പറഞ്ഞാൽ 64/12 -1/4 -1 1/12 -1 ഈസ് 64/12 പറഞ്ഞാൽ 1/4 ഇതെത്ര? 3/12 ആണ്. 61/12 -1/12 പ്ലസ് 1 60/12 5. 60/12 ആണ് 5 + 1 6 എന്ന് കിട്ടും. 6 എന്ന് കിട്ടും ആൻസർ. 6 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, കറക്റ്റാണ്. 6 ആണ് ആൻസർ. 6 ഈസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രോബ്ലം ചെയ്തു. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ചില ആൾക്കാർക്ക് ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരും. അതുകൊണ്ട് ഈ വീഡിയോ ചിലപ്പം കാണേണ്ടി വരും. +1 ഇവിടെ ചെക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇവിടെ +1/2 വരുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടണം. അപ്പോൾ ചെയ്യുക. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാം. ഇനി നമുക്ക് ഇതിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് y ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ഇവിടെയും ചെയ്യാം. ഫോർമുല ഫോർ ലെങ്ത് ഓഫ് x = g(y). ഓക്കെ, ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x. ലെങ്ത് തന്നെ ഇങ്ങനെയും വേണം പറയാം. നമുക്ക് കഴിഞ്ഞ നമ്മൾ ഏരിയ ബിറ്റ്വീൻ കർവ്സിൽ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ആദ്യം പറഞ്ഞു, പിന്നെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y പറഞ്ഞു. നമ്മൾ ഇൻ്റഗ്രൽ c to d f(y - g(y) dy എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേപോലെ ഇവിടെയും ലെങ്ത് കാണാൻ തന്നെ ചില സിറ്റുവേഷനിൽ ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ y' നോട്ട് ഡിഫൈൻഡ് എന്നൊക്കെ വരും. y' നോട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ y' കണ്ടപ്പോൾ നമുക്ക് 2/x3/2 എന്നൊക്കെ വന്ന് വിചാരിക്കുക. ഒരു 0 ലെസ് താൻ ഓർ ഇക്വൽ x ലെസ് താൻ ഓർ ഇക്വൽ ടു 1 ആണ് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? 0യിൽ പ്രശ്നം വരും. 0യിൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് എന്ന് വരും. y' നോട്ട് ഡിഫൈൻഡ് അറ്റ് 0 എന്ന് വരും. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ? അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ കേസിൽ ചിലപ്പോൾ നമുക്ക് ചില കേസിൽ ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈയിൽ ചെയ്യാൻ പറ്റും. ചില കേസിൽ വൈയിലും ചെയ്യാൻ പറ്റില്ല, എക്സിലും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. എക്സിലും ചെയ്യാൻ പറ്റില്ല, വൈയിലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എക്സിൽ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ അടുത്ത് പറയാൻ പോണത്, എക്സിൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ വൈയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വൈയിലൊരു ഫോർമുല വേണമല്ലോ. ഫോർമുല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക. എക്സിലെ ഫോർമുല തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ വൈയിൽ കിട്ടും. എക്സിൻ്റെ ഭാഗത്തൊക്കെ വൈ കൊടുത്താൽ മതി. ഇൻ്റഗ്രൽ c to d ചെയ്താൽ മതി. ഇൻ്റഗ്രൽ a to b പകരം ഇൻ്റഗ്രൽ c to d. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. നിങ്ങൾ തന്നെ വേണം ഒരു പേപ്പറിൽ എഴുതി നോക്കുക എങ്ങനെയായിരിക്കും ഫോർമുല എന്ന്. എന്നിട്ട് ഇത് ശരിയല്ലേ നോക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തം ഫോർമുല ഉണ്ടാക്കിയ പിന്നെ എക്സാമിന് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് എഴുതി നോക്ക് എന്തായിരിക്കും ഫോർമുല എന്ന്. നിങ്ങൾ ഗസ് ചെയ്യുന്ന മാതിരി തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫോർമുല ഫോർ ലെങ്ത് ഓഫ് x = g(y). ഫോർമുല ഫോർ ലെങ്ത് ഓഫ് x = g(y). ലെങ്ത് ഓഫ് x = g(y), c less than or equal to y less than or equal to d. നേരത്തെ a less than or equal to x less than or equal to b ആയിരുന്നു. ഇവിടെ c less than or equal to y less than or equal to d ആണ്. If g' is continuous on CD,
ഇഫ് ജി ഡാഷ് ഈസ്, നേരത്തെ എഫ് ഡാഷ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ബി എന്നായിരുന്നു, ഇവിടെ ജി ഡാഷ് ഈസ് കണ്ടിന്യൂസ് ഓൺ സി ഡി, ദെൻ ലെങ്ത് ഓഫ് ദ കർവ് x equal to g of y from a equal to g of c comma c, a equal to g of c comma c to b equal to g of d comma d, is L equal to integral c to d root of 1 plus dy by dx ന് പകരം dx by dy ഹോൾ സ്ക്വയർ dy. എന്താ വ്യത്യാസം? എക്സിൻ്റെ സ്ഥാനത്ത് y കൊടുക്കുന്നു, വൈയുടെ സ്ഥാനത്ത് എക്സും കൊടുക്കുന്നു, എക്സും വൈയും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തോ. dy by dx എന്താവും? dx by dy ആവും, y എക്സ് ആവും, എക്സ് വൈ ആവും, എക്സ് ഉള്ള dy ആവും, a to b c to d ആവും. ഇത്ര ഉള്ള വ്യത്യാസം. ഇത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, കുറേ ആൾക്കാരൊക്കെ സ്വന്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും, അധികം ആളും 90% ആൾക്കാരും ഇത് സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ c to d root of 1 plus dx by dy ഹോൾ സ്ക്വയർ dy. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. അപ്പോൾ അത് പോസ് ചെയ്തിട്ട് വേഗം ഇത് നോട്ടിലേക്ക് എഴുതുക, ഈ സംഭവം ഈ നോട്ടായിട്ട് എഴുതുക, നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഫോർമുല ഫോർ ലെങ്ത് ഓഫ് എക്സ് ഈക്വൽ ജി ഓഫ് ഐ, ഇത് ഹെഡിങ് g of y comma c less than or equal to l less than or equal to d. If g dash is continuous on closed interval cd, then the length of the curve x equal to g of y from a g of c comma c to b g of d comma d is integral c to d root of 1 plus dx by dy whole square dy. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് y equal to, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ്, അത് നിങ്ങൾ എഴുതണം കേട്ടോ, നോട്ടിലേക്ക് എഴുതുമ്പോൾ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് എന്നൊക്കെ ഞാൻ ഇവിടെ എഴുതുന്നില്ല. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ് y equal to x by 2 raised to 2 by 3, x by 2 raised to 2 by 3, x by 2 raised to 2 by 3 from x equal to 0 to x equal to 2, from x equal to 0 to x equal to 2. അപ്പോൾ നമ്മൾ y ഡാഷ് കണ്ടാൽ എന്താ പറയുക, ഇത് സാധാ രീതിയിൽ. അപ്പോൾ എക്സാമിന് നമുക്ക് എങ്ങനെ മറ്റേ രീതിയിൽ ചെയ്യാമെന്ന് മനസ്സിലാവുക, ഒന്നുകിൽ നേരിട്ട് തരും, അല്ലെങ്കിൽ നിങ്ങൾ സാധാ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റക്ക് ആവും, അപ്പോൾ നിങ്ങൾ മറ്റേ രീതി അവലംബിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഇത് ചെയ്ത് നോക്കും. y ഡാഷ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ, 2 by 3 x by 2 raised to 2 by 3 minus 1 into 2 x by 2ൻ്റെ ഡെറിവേറ്റീവ് 1 by 2. അപ്പോൾ 2ഉം 2ഉം ക്യാൻസലായി പോകും. 1 by 3 x by 2 raised to 2 by 3 minus 1 എന്ന് പറഞ്ഞാൽ minus 1 by 3 ആണ്. ഇറ്റ് ഈസ് ഓക്കെ 1 by 3 ഇൻറ്റു 2 by x raised to 1 by 3 എന്ന് വരും. അപ്പോൾ എക്സ് എവിടെയാണ് കിടക്കുന്നത്, y ഡാഷ് ഇതാ, വിച്ച് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0. താഴെയാണ് 0 കിടക്കുന്നത്. നോക്ക്, ഇവിടെ മുകളിലല്ല എന്ന് ചോദിക്കും, പക്ഷേ ഇത് പവർ മൈനസാണ്. പവർ മൈനസ് ആകുമ്പോൾ താഴെയാണ് ആക്ച്വലി എത്തുക. അപ്പോൾ എക്സിൻ്റെ പോസിറ്റീവ് പവർ ഇവിടെ താഴെയാണ് വരുന്നത്. അപ്പോൾ എന്താണ്, എക്സ് താഴെ വരുന്നത് കൊണ്ട് എക്സിന് 0 കൊടുക്കുമ്പോൾ 0 to 2 ആണ്, എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് നോട്ട് ഡിഫൈൻഡ് ആവും. അതുകൊണ്ട് y ഡാഷ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റൂട്ട് ഓഫ് 1 plus y ഡാഷ് ഹോൾ സ്ക്വയർ ഒന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് therefore we use integration with respect to y. So y dash equal to this. ആദ്യം നമ്മൾ then y is equal to we have y is equal to x by 2 raised to 2 by 3. Then taking power 3 by 2 പവർ എടുക്കുക. അപ്പോൾ എന്താ ഒരു y raised to 3 by 2 equal to x by 2 raised to 2 by 3 into 3 by 2 എന്ന് വരും. ദാറ്റ് ഈസ് x by 2 എന്ന് വരും. y raised to 3 by 2 equal to x by 2 എന്ന് വരും. അപ്പോൾ y raised to 3 by 2 equal to x by 2 എന്താണ്, y raised to 3 by 2 equal to x by 2. So x equal to 2y raised to 3 by 2 എന്ന് വരും. Therefore dx by dy കാണാം. നമുക്ക് എന്താണ് ഈ ഫോർമുല ഉപയോഗിക്കേണ്ട, വി യൂസ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണ്. ഈ ഫോർമുലക്ക് എന്താ വേണ്ടത്, dx by dy ആ വേണ്ടത്. നേരത്തെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് dx by dy വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക, 2 ഇൻറ്റു y raised to 3 by 2ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്താ, 3 by 2 y raised to 3 by 2 minus 1 which is equal to 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 3y raised to 1 by 2 ദാറ്റ് ഈസ് 3 root y എന്ന് വരും. 3 root y എന്ന് വരും. Therefore 1 plus dx by dy whole square
എന്ന് പറഞ്ഞാൽ എന്താ വരിക 1 + 3√y² ഈസ് ഈക്വൽ ടു 1 + 9y എന്ന് വരും. Therefore ലെങ്ത് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പം നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, x 0 to 2 ആണെങ്കിൽ y ഏത് മുതൽ ഏത് വരെ വരണം നോക്കണം. when x equal to 0 y is equal to എന്ത് വരും? x 0 ആവുമ്പോൾ y⁵3/2 0 ആവും, y equal to 0 വരും. when x equal to 2 x 2 ആവുമ്പോൾ y⁵3/2 എന്തായി മാറും? y⁵3/2 2/2 1 ആവും. y⁵3/2 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം y equal to 1 ആവും. അപ്പോൾ എന്താ വരിക? ഇൻ്റഗ്രൽ 1 to 2 ആണ് വരിക. 0 to 1 ആണ് വരിക. y 0 to 1 ആണ് വരിക. 0 to 1 √1 + 9y dy എന്ന് വരും. ശരിയല്ലേ? 0 to 1 √1 + 9y dy. ഓക്കെ, സോ ദിസ് ആൻസർ ഈസ് നേരത്തെ പോലെ 1 + 9y raised to 3/2 divided by 3/2 into ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 9 ഉണ്ടാവും. 9 from 0 to 1 which is equal to 1 plus ആദ്യം 1 കൊടുത്താൽ 1 + 9 10⁻³ അപ്പോൾ ഇത് 27/2 വരും. 27/2 മുകളിലെത്തുമ്പോൾ 2/27 ആവും. 2/27 into 10⁻³ മൈനസ് 0 കൊടുക്കുമ്പോൾ 1 + 0 1⁻³/2 1⁻³ പറഞ്ഞാൽ 1 തന്നെ. സോ 2/27 into 10√10 - 1. ദിസ് ഈസ് ദ ആൻസർ. കറക്റ്റാണ്. 2/27 into 10√10 - 1 ഇതാണ് ആൻസർ. 2/27 into 10√10 - 1 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പിന്നെ ആർക്ക് ലെങ്ത് കാണാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.